ഒരു വാർത്തയിലേക്ക് തിരക്ക് കൂടിയതിനാൽ ശബരിമലയിൽ അയ്യപ്പഭക്തർക്ക് കൂടുതൽ സമയം ദർശനം നൽകുന്ന പുതിയ ക്യൂ സംവിധാനം പൂർണ്ണമായി നടപ്പാക്കാനായില്ല. മുൻപത്തെ ഫ്ലൈ ഓവർ ക്യൂ ഇന്ന് പുനഃസ്ഥാപിക്കേണ്ടി വന്നു. പഴയ ക്യൂ സംവിധാനമില്ലാതെ തിരക്ക് നിയന്ത്രിക്കാനാകില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഈ വാർത്ത വരുമ്പോൾ നേരത്തെയുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരണവുമായി നോക്കുമ്പോൾ പോലീസിന് ഇക്കാര്യത്തിൽ അങ്ങോട്ട് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല, പുതിയ സംവിധാനം അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടുണ്ട് എന്ന് തോന്നുന്നു. അത് എത്രത്തോളം ശാസ്ത്രീയമാണ് എന്ന കാര്യത്തിലൊക്കെ ഇനി അവർ തമ്മിൽ ചർച്ചകൾ ഉണ്ടാകും. സ്വാഭാവികം ശബരിമലയിലെ ഓരോ കാര്യങ്ങളും ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് പരിശോധിക്കുന്നുമുണ്ട്. ഈ ക്യൂ സംവിധാനം ഒഴിവാക്കുന്നതിനെക്കുറിച്ചും പുതിയ ക്രമീകരണത്തെക്കുറിച്ചും വളരെ ഗൗരവതരമായ ആലോചനകൾ ഉണ്ടാകുമെന്നാണ് തോന്നുന്നത്. മണ്ഡല മകരവിളക്ക് കാലത്ത് കൂടുതൽ സമയം അയ്യപ്പനെ തൊഴാൻ വേണ്ടിയുള്ള സംവിധാനം, പുതിയ സംവിധാനം തുടരും എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരണം. മീനമാസ പൂജയ്ക്കായി ഇന്നലെ ശബരിമല നട തുറന്നപ്പോൾ കൂടുതൽ സമയം ദർശനം സാധ്യമാകുന്ന പുതിയ സംവിധാനം നടപ്പാക്കിയിരുന്നു. ഒരു ട്രയലാണ് നടപ്പാക്കി തുടങ്ങിയത്. കൊടിമര ചുവട്ടിന്റെ രണ്ടു വശത്തുകൂടി സോപാനത്തിലേക്ക് കടത്തിവിടുന്ന പുതിയ ക്യൂ സംവിധാനം ഇന്നലെ വിജയമായിരുന്നു. പക്ഷെ മീനം ഒന്നായ ഇന്ന് നട തുറന്നപ്പോൾ വലിയ തിരക്കായിരുന്നു. അതിനാൽ പുതിയ ദർശന ക്രമീകരണത്തിലൂടെ മാത്രം തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിനും ദേവസ്വം ബോർഡിനും കഴിയാതായി. അതിനാൽ പഴയതുപോലെ തന്നെ ഫ്ലൈ ഓവറിലൂടെ അയ്യപ്പ ഭക്തരെ കടത്തിവിടേണ്ടി വന്നു. അധികം പേരും തൊഴുതത് ഫ്ലൈ ഓവറിൽ ക്യൂ നിന്നാണ്. ഇവിടെ ക്യൂ രണ്ടായി തിരിച്ചു. ഒരു ക്യൂ നേരെ സോപാനത്തിലേക്ക്. അവിടെ അയ്യപ്പ ഭക്തർക്ക് 5 സെക്കൻഡിൽ താഴെ മാത്രം ദർശനം. കൂടുതൽ പേരും ഇന്ന് തൊഴുതത് ആ ക്യൂവിൽ നിന്നാണ്. ഇപ്പോഴത്തെ ഈ പ്രഷർ അനുസരിച്ച്, ഈ ഡിവോട്ടീസിന്റെ പ്രഷർ അനുസരിച്ച് ഫ്ലൈ ഓവറും കൂടി ഉപയോഗിക്കേണ്ടതായിട്ട് വരും. ട്രയലായി നടപ്പാക്കുന്ന കൊടിമരച്ചോട്ടിലൂടെയുള്ള ദർശനത്തിനായി ഇടയ്ക്ക് അയ്യപ്പ ഭക്തരെ കടത്തിവിട്ടു. തിരക്ക് കുറയുന്ന മുറയ്ക്ക് ഇവർക്ക് മാത്രം ഇന്ന് 20 സെക്കൻഡ് വരെ സുഖദർശനം ലഭിച്ചു. പരമാവധി ഭക്തർക്ക് നല്ല ദർശനം നടപ്പാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ മാസവും 1-ാം തീയതി പോലൊരു തിരക്ക് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ തിരക്ക് കൂടിയപ്പോൾ ഞങ്ങൾ മറ്റേ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. നേരിട്ടും നമ്മൾ ഭക്തരെ കയറ്റുന്നുണ്ട്, ഇങ്ങനെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരക്ക് കൂടുമ്പോൾ രണ്ട് രീതിയിൽ ഉപയോഗിക്കുകയും തിരക്ക് കുറയുമ്പോൾ പരമാവധി ഭക്തർക്ക് നല്ല ദർശനം കൊടുക്കുകയും ചെയ്യുകയും സാധ്യമാവുകയുള്ളൂ. ശബരിമല ദർശനത്തിന് തിരക്ക് കൂടുമ്പോൾ പുതിയ ദർശനക്രമം കൊണ്ട് മാത്രം കാര്യം നടക്കില്ലെന്ന് പോലീസിനും ദേവസ്വം ബോർഡിനും ബോധ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിനി മണ്ഡലകാലമായി കരുതപ്പെടുന്ന വിഷുപൂജയ്ക്ക് ഫ്ലൈ ഓവർ ഒഴിവാക്കി മുന്നോട്ട് പോകാനാകില്ലെന്നും വ്യക്തമായി. ഇന്ന് കൂടുതൽ ദർശന സമയം പ്രതീക്ഷിച്ചെത്തിയവർക്ക് നിരാശയായിരുന്നു ഫലം. ഇന്ന് ഫ്ലൈ ഓവറിൽ തന്നെ കയറ്റിവിട്ടു. അതുദ്ദേശിച്ചാണ് ശരിക്കും പറയാൻ വന്നത്. അങ്ങനെ ആയിരിക്കും പറയാൻ വന്നത്. പക്ഷെ അത് ഇന്ന് തുടങ്ങിയില്ല. ഭയങ്കര തിരക്കായി പോയി. ഇന്നിപ്പോ കൂടുതൽ സമയം തൊഴാമെന്ന പ്രതീക്ഷ വന്നായിരുന്നു. പക്ഷേ അത് നടക്കുന്നില്ല. വലിയ തിരക്ക് വരുമ്പോൾ സ്വാഭാവികമായി നമുക്ക് ഒരല്പം ദർശന സൗഭാഗ്യം കുറയും. പക്ഷേ തിരക്കില്ലാത്ത സമയത്ത് ഇവിടെ എത്തുന്ന ഭക്തർക്ക് പരമാവധി ഭഗവാനെ കാണാനുള്ള സംവിധാനം ഒരുക്കുക. ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ച് കൊണ്ടുപോകാനാണ് ദേവസ്വം ബോർഡ് ആഗ്രഹിക്കുന്നത്. പിന്നെ എല്ലാ ഭക്തർക്കും അല്ലെങ്കിലും കുറെ പേർക്കെങ്കിലും അയ്യപ്പസ്വാമിയെ കണ്ണിറയെ കാണാമെന്നതാണ് ഈ സംവിധാനത്തിന്റെ നേട്ടം. ദേവസ്വം ബോർഡിന്റെ പുതിയ സംവിധാനത്തെ ഭക്തരാരും എതിർക്കുന്നില്ല എന്നത് പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ബോർഡ് നേതൃത്വത്തിന് പ്രചോദനമാണ്. ക്യാമറമാൻ സജികുമാറിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, സന്നിധാനം.